1978 പുറത്തിറങ്ങിയ ഒരു ചിത്രം. ആ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായി മാറി. മലയാള കമേഴ്ഷ്യൽ സിനിമയിൽ ആ ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആ ചിത്രത്തിൻ്റെ പേര് അവളുടെ രാവുകൾ. കഥയും തിരക്കഥയും എഴുതിയത് ഷെറീഫും സംവിധാനം IV ശശിയും, നായിക സീമയും. ശാന്തി എന്ന സീമ അതിനു മുമ്പ് 2-3 മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സീമയ്ക്ക് ബ്രേക്കായത് അവളുടെ രാവുകളിലെ ശാന്തി എന്ന കഥാപാത്രമാണ്. സീമ യഥാർത്ഥത്തിൽ എക്സ്ട്രാ ഡാൻസറായിരുന്നു. ഈ സിനിമയിൽ എക്സ്ട്രാ നടിമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു വിങ്ങുണ്ട്. ആ വിങ്ങിൽ എക്സ്ട്രാ നടിയായി എത്തിയതാണ് സീമ. നന്നായി ഡാൻസ് കളിക്കാൻ അവർക്കറിയാമായിരുന്നു. അവരുടെ യഥാർത്ഥ പേര് ശാന്തി എന്നായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് ദാരിദ്ര്യം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ എക്സ്ട്രാ നടിയായി മാറി. ആ എക്സ്ട്രാ നടിയെ മെയിൻ സ്ട്രീമിലെത്തിച്ചത് മീശ വിജയൻ എന്ന നടനാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ മീശ വിജയൻ എന്നാണ് അറിയപ്പെട്ടത്. മീശ വിജയനാണ് ശാന്തി എന്ന പേര്, അവരുടെ ശാന്തി എന്ന പേര് മാറ്റി സീമ എന്ന പേരിൽ ശംഖുപുഷ്പം തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിപ്പിച്ചത്. പക്ഷേ അവളുടെ രാവുകൾ പുറത്തിറങ്ങിയ ഒറ്റ രാത്രി കൊണ്ട് സീമ ലേഡി സൂപ്പർ സ്റ്റാറായി മാറി. ഇന്ന് മാത്രമല്ല, അന്നും ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഗണത്തിൽപ്പെടുന്നത് ഷീലയാണ്. പിന്നീട് ജയഭാരതി വന്നു. അതിനുശേഷം ലേഡി സൂപ്പർ സ്റ്റാറായ നടിയാണ് സീമ. അവളുടെ രാവുകൾ അടിമുടി കച്ചവടവും കലാപരവുമായ ചേരുവകൾ ചേർന്ന് നിർമ്മിച്ച സിനിമയായിരുന്നു. ഒരു വേശ്യയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന 3-4 പുരുഷന്മാരാണ് ഈ ചിത്രത്തിൻ്റെ ചർച്ചാ വിഷയം. അതിൽ ഒരു പുരുഷനെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതും ആ പുരുഷൻ്റെ മാതാവ് അവളുടെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ് അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും മരുമകളായി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതുമാണ് പ്രമേയം. ഈ പ്രമേയത്തിനിടയിൽ ലൈംഗിക രംഗങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട്. അതൊക്കെ സാന്ദർഭികമായി ആ ചിത്രത്തിൽ വേണ്ട ലൈംഗിക രംഗങ്ങൾ തന്നെയാണ്. ഇതിലെ നായകൻ രവികുമാറാണ്. സുകുമാരൻ, സോമൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഇതിൽ അഭിനയിച്ചു. കുതിരവട്ടം പപ്പു ഒരു പിമ്പിൻ്റെ റോളാണ് ഈ ചിത്രത്തിൽ ചെയ്തത്. സുകുമാരനും രവികുമാറും സോമനുമൊക്കെ അഭിനയിച്ച ചിത്രത്തിൽ സീമ അങ്ങേയറ്റം സെക്സിയായി അഭിനയിച്ചു. സോമനുമറ്റുള്ള ഒരു രതിരംഗത്തിൽ അർദ്ധനഗ്നയായി സീമ അഭിനയിച്ചു. മറ്റൊന്ന്, സീമ ഒരു ഷർട്ട് അണിഞ്ഞു നിൽക്കുന്ന രവികുമാറിന് മുമ്പിൽ ഒരു ഷർട്ട് അണിഞ്ഞു നിൽക്കുന്ന രംഗമാണ്. ആ ഷർട്ട് അണിഞ്ഞു നിൽക്കുന്ന രംഗത്തിൽ അടിവസ്ത്രം പാടില്ലെന്ന് IV ശശി നിർബന്ധിച്ചു. പക്ഷേ സീമയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. എക്സ്ട്രാ നടിയാണ്, നല്ലൊരു പ്രോജക്റ്റാണ്, കരിയർ മാറ്റിമറിക്കും. പക്ഷേ ആ സീനിൽ അഭിനയിക്കാൻ, അടിവസ്ത്രം ധരിക്കാതെ അഭിനയിക്കാൻ സീമ തയ്യാറായില്ല. IV ശശി ക്ഷുഭിതനായി. IV ശശിയുടെ നിർബന്ധത്തിന് മുമ്പിൽ ആ സീനിൽ അടിവസ്ത്രം ധരിക്കാതെ സീമ അഭിനയിച്ചു. സീമയുടെ രഹസ്യ ഭാഗങ്ങളൊക്കെ ആ സീനിൽ അന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ആ സീനിൽ സീമയുടെ രഹസ്യ ഭാഗങ്ങളൊക്കെ വ്യക്തമാകുന്ന രംഗം കട്ട് ചെയ്ത ശേഷമാണ് പിന്നീട് പ്രദർശിപ്പിച്ചത്. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ആ രംഗം ഉണ്ടായിരുന്നു. പിന്നീട് അത് സെൻസർ ബോർഡ് വന്ന് കട്ട് ചെയ്തതാണോ, IV ശശി തന്നെ നിർബന്ധിച്ച് കട്ട് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും ആ രംഗം പിന്നീട് കട്ട് ചെയ്തു എന്നാണ് അക്കാലത്തെ പ്രേക്ഷകർ പറയുന്നത്. അതിലെ ഏറ്റവും ഹൈലൈറ്റ് രംഗവും അതാണ്. ഒരു ഷർട്ടണിഞ്ഞ് മാദകമായ തുടകൾ കാണിച്ചു നിൽക്കുന്ന സീമ. ആ ഷർട്ട് ഉയർത്തി തൻ്റെ രഹസ്യഭാഗത്തിലേക്ക് രവികുമാർ എന്ന നായകനെ, അതിൽ രവികുമാർ അഭിനയിച്ച നായക കഥാപാത്രത്തെ ക്ഷണിക്കുന്ന സീമ എന്ന രാജ്യം. അത് ആ ചിത്രത്തിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ആ രംഗം കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ഇടിച്ചു കയറിയ ഒരു കാലവും ഉണ്ടായിരുന്നു. അവളുടെ രാവുകൾ 50-ാം ദിവസവും ബ്ലാക്ക് ടിക്കറ്റിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ്. ബ്ലാക്ക് ടിക്കറ്റുകാർ ചാകരയാക്കിയ ചിത്രം. 50-ാം ദിവസവും ബ്ലാക്ക് ടിക്കറ്റിൽ ആ സിനിമ കാണാൻ ആളുണ്ടായി. ടിക്കറ്റ് ലഭ്യമല്ലായിരുന്നു. 150 ദിവസമാണ് അവളുടെ രാവുകൾ ഓടിയത്. അത് ഒരു ചരിത്രമായി മാറി.
വളരെ ലോ ബഡ്ജറ്റ് പടമായിരുന്നു അത് റിലീസ് ചെയ്തത് പ്രേം നസീറിൻ്റെയൊക്കെ പടങ്ങളുടെ കൂട്ടത്തിലുമായിരുന്നു. പക്ഷേ അവളുടെ രാവുകൾ അവളുടെ രാവുകളുടേതായ ഒരു പ്രത്യേകത സമ്മാനിച്ചുകൊണ്ട് ബ്ലോക്ക് ബസ്റ്ററായി മാറി. IV ശശി എന്ന സംവിധായകൻ തൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി കാണുന്നതും ഈ ചിത്രത്തെയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ഉത്സവമാണ്. അത് മനോഹരമായ ചിത്രമായിരുന്നു. പക്ഷെ അവളുടെ രാവുകളാണ് അദ്ദേഹത്തെ സിനിമാ ഫീൽഡിൽ നിലയുറപ്പിച്ചത്. കലാസംവിധായകനായിരുന്നു IV ശശി. നന്നായി ചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്നിലെ കലാസംവിധാനവും അദ്ദേഹം അവളുടെ രാവുകൾ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ നന്നായി പ്രതിഫലിപ്പിച്ചു. അവളുടെ രാവുകൾക്ക് തിരക്കഥ എഴുതിയ ഷെറീഫ് കുറെ കാലം IV ശശിയുടെ തിരക്കഥാകൃത്തായിരുന്നു. പിന്നീട് T ദാമോദരനൊക്കെ വന്നപ്പോൾ ഷെറീഫിന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. എങ്കിലും ഷെറീഫിൻ്റെ കൃത്യമായ സ്ക്രിപ്റ്റ് അത് അവളുടെ രാവുകളുടെ പ്രത്യേകത തന്നെയാണ്. അത്ര ശക്തമായ ഒരു സ്ക്രിപ്റ്റാണ് ഷെറീഫ് അവളുടെ രാവുകൾക്ക് വേണ്ടി എഴുതിയത്. ഒരു കാലഘട്ടത്തിൽ ആ സിനിമ കാണാത്ത യുവാക്കൾ ആരുമില്ലായിരുന്നു. കുടുംബസദസ്സും ആ സിനിമ ഏറ്റെടുത്തു. കുടുംബസദസ്സും യുവാക്കളും ഏറ്റെടുത്ത സിനിമ സൂപ്പർ ഹിറ്റാവുന്നതിൽ ഒരു അത്ഭുതവുമില്ല. ആ സിനിമ പിന്നീട് പല പ്രാവശ്യം തിയേറ്ററുകളിൽ ഉച്ചപ്പടമായി പ്രദർശിപ്പിച്ചു. തിരുവനന്തപുരത്തുള്ള ആതിര തിയേറ്റർ, അതിപ്പോൾ ഏരീസ് ഫ്ലക്സ് ആണ്. പണ്ടത് അറിയപ്പെടുന്നത് അഞ്ജലി, അതുല്യ, ആതിര, അശ്വതി എന്നിങ്ങനെയാണ്. അതിൽ ഈ ആതിര തിയേറ്ററിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന പടമായിരുന്നു അവളുടെ രാവുകൾ. രതി നിർവേദം പോലെ, ഇതാ ഇവിടെ വരെ പോലെ അവളുടെ രാവുകളും ആതിര തിയേറ്ററിൽ കൃത്യമായി എത്തുമായിരുന്നു. കൃപ, സെൻട്രൽ തുടങ്ങിയ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിൽ ഉച്ചയ്ക്ക് ആളെ കൂട്ടാനുള്ള ഒരു പടമായി, നൂൺ ഷോയായി അത് പ്രദർശിപ്പിക്കുമായിരുന്നു. വിദ്യാർത്ഥികളും വൃദ്ധരും യുവാക്കളും ഒക്കെ അത് കാണാൻ എത്തിയിരുന്നത്. അവളുടെ രാവുകൾ ഉച്ചപ്പടമായി 100 ദിവസം ഓടിയ ചരിത്രവുമുണ്ട് തിരുവനന്തപുരത്തെ കൃപ തിയേറ്ററിലാണ് ആ ചരിത്രം സംഭവിച്ചത്. അതൊക്കെ ഒരു ചരിത്രമാണ്. അതൊക്കെ ഉച്ചപ്പടം എന്നത് ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയില്ല. അന്ന് ഉച്ചപ്പടം എന്നത് അനിവാര്യമായിരുന്നു. സംഘർഷം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉച്ചപ്പടമായി വന്നു. കയം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉച്ചപ്പടമായി വന്നു. ഉച്ചപ്പടമായി വന്ന ആ ചിത്രങ്ങളെ, വയനാടൻ തമ്പാൻ അടക്കമുള്ള ചിത്രങ്ങളെ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവർ അതിലെ രതിരംഗങ്ങൾ കാണാനായിരിക്കാം കയറുന്നത്. പക്ഷേ ഉച്ചപ്പടമായി വന്നപ്പോഴും അവളുടെ രാവുകൾ സ്വീകരിക്കപ്പെട്ടു, മറ്റ് ചിത്രങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നിർമ്മാതാക്കൾക്ക് നൽകുന്ന ലാഭം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലത്ത് ഹിറ്റായ ചിത്രങ്ങൾ വീണ്ടും പണവാരി ചിത്രങ്ങളായി മാറുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ പണവാരി ചിത്രങ്ങളായി കാലാതീതമായി മാറിയ ചിത്രമാണ് അവളുടെ രാവുകൾക്ക് ഒരു റീമേക്ക് ഉണ്ടാകുന്നെങ്കിൽ അത് സീമ തന്നെ അഭിനയിച്ചിരിക്കണം. സീമയെ മാറ്റി നിർത്തി മറ്റൊരു നടിയെ സങ്കല്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടായിരിക്കാം അവളുടെ രാവുകൾക്ക് റീമേക്ക് ഉണ്ടാകാത്തത്.